നമ്മള് പോണത് ഇന്ത്യയിലേക്ക് പറയാൻ പാടില്ല. നമ്മള് വന്നിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് ആർക്കും ഇഷ്ടമായിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോസൂസ് ടോക്കസ്ട്രൈ. ഹോച്ചിമിങ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു എയർപോർട്ടിലേക്ക് പോവാണ്. അത് വിയറ്റ്നാമിലുള്ള ഒരു എയർപോർട്ടാണ്. ഇവിടെ നമുക്ക് ലഗേജ് ഒന്നും എടുക്കേണ്ട. അവിടെ നിന്ന് സ്ട്രെയിറ്റ് നമ്മൾ പോണത് ഇന്ത്യയിലേക്കാണ്. നമ്മൾ വന്നിട്ടുണ്ട് ഇച്ചിരി ഡൗട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ കാണിക്കാൻ പോണ രീതിയും നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോണ രീതിയും ഒക്കെ ഭയങ്കര ഒരു യുണീക്ക് സാധനം വരെയുണ്ട്. അതല്ലെങ്കിൽ എല്ലാവരും വെയിറ്റ് ചെയ്യും. അതിന് മുമ്പ് ഞങ്ങൾ പോയിട്ട് കുറച്ച് പർച്ചേസിങ് ഒക്കെ ചെയ്യാനുണ്ട്. ഇത് ബാലി കോക്കനട്ടോ, ഓ ബലനി സ്റ്റൈലിലുള്ളത്. ഇവരുടെ പോലത്തെ കള്ളെന്നുള്ള പറഞ്ഞാൽ അതാണോ? അത് കൊള്ളാലോ. ഓക്കെ, ബലനി സ്ലിക്കർ. ഇതിൻ്റെ ഇത് നോക്കി, ആ കുപ്പിയാണ് നല്ല ഭംഗിയുണ്ടല്ലേ. ഇവരുടെ പോലെ തന്നെ ഉള്ള കുപ്പി, ആ ഒരു സ്ട്രെച്ചറും സംഭവങ്ങളൊക്കെ അല്ലേ, സ്റ്റാച്ചു ഒക്കെ എല്ലായിടത്തും ഇരിക്കുന്ന പോലത്തെ. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബോട്ടിൽ പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ലക്കി ഡ്രോ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ കൊടുത്ത് നമുക്കൊരു കോയിൻ കിട്ടി. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യണം. നോക്കട്ടെ, എന്താണത്? 30% ഓഫ്. ഞാൻ ഓർഡർ ചെയ്തതാണ് നാസി ഖുറാനാണ്. ഇതിന് ഓർഡർ ചെയ്തത് ചിക്കൻ ബറ്റൂറ്റു വിത്ത് സംബാൽ പ്ലീസിങ് പീനട്ട്സ് ആൻഡ് കാങ്കുൻ സാലഡ്, അങ്ങനെ എന്തോ ഒരു സാധനമാണ് ഓർഡർ ചെയ്തത് വിത്ത് റൈസ്. ഞാൻ നാസി ഖുറാൻ ഓർഡർ ചെയ്തത്. പക്ഷേ അതിനകത്ത് ഫ്രൈഡ് ചിക്കനും ഉണ്ടാവും, എഗ്ഗും ഉണ്ടാവും. ഇത് രണ്ടും എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചിക്കൻ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് രണ്ടും ഞാൻ മാറ്റിയിട്ട് ഞാൻ കുറച്ച് അധികം സാറ്റേ ഓർഡർ ചെയ്തത്. എന്ന് പറഞ്ഞാൽ സ്ക്യൂവേഴ്സിലുള്ള ചിക്കൻ ഓർഡർ ചെയ്തത്. നമ്മളതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഓർഡർ ചെയ്ത നാസി ഖുറാൻ കൊണ്ട് എത്തിക്കഴിഞ്ഞ് മോർ സാറ്റേ, പിന്നെ ഒരു ഫ്രൈഡ് ചിക്കൻ അല്ല ഫ്രൈഡ് റൈസ്, ക്രാക്കേഴ്സ്, പിന്നെ ടൊമാറ്റോസും ക്യൂക്കംബറും കഴിച്ചിട്ട് തരാം. ഇച്ചിരി ഷോർട്ട് ഫ്ലൈറ്റ്സ് ആണ്. ഇതൊന്നുമല്ല, ഇതിനകത്ത് സീറ്റിംഗ് ഒന്നും അത്ര കംഫർട്ടബിൾ ഒന്നുമല്ല. ലെഗ് സ്പേസ് ഒക്കെ ഭയങ്കര കുറവാണ്. ഇച്ചിരി കൺജസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അതായത് കുഴപ്പമില്ല, ഫ്ലൈറ്റ് നല്ലതാണെന്ന് തോന്നുന്നു. വിയറ്റ്നാമിലുള്ള എയർ ഹോസ്റ്റസിൻ്റെ ഡ്രസ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അവരുടെ യൂണിഫോമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. കാണാൻ അവർ ലഗേജസ് ഒക്കെ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതൊന്നും നമ്മുടെ ലഗേജ് ഇല്ല. നമ്മൾ കയറിയപ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് ക്യാഷ്യൂം തന്നിട്ടുണ്ടായിരുന്നു, ഒരു ബോട്ടിൽ വാട്ടറും തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഫുഡിന് നേരായി. നമ്മൾ ഓൾറെഡി പ്രീ ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഫുഡ് കിട്ടിയായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് തായ് ഫ്രൈഡ് റൈസും അവൻ ഓർഡർ ചെയ്തത് ചിക്കൻ ആൻഡ് റൈസും ആയിരുന്നു. ഫ്രൈഡ് റൈസിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് തായ് ഫ്രൈഡ് റൈസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഓർഡർ ചെയ്തത്. പക്ഷെ ഇത് വേറെ ഏതോ ഒരു രാജ്യത്ത് നിന്ന് വന്ന ഫ്രൈഡ് റൈസ് ആയിരുന്നു. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു ഷോർട്ട് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 hours ഉണ്ടായിരുന്നുള്ളൂ. നമ്മളങ്ങനെ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിരുന്നപ്പോഴേക്കും നമ്മൾ വിയറ്റ്നാമിൽ ലാൻഡ് ചെയ്യാൻ പോവാണ്. വിയറ്റ്നാം എയർപോർട്ടിൽ 2 hour ലേ ഓവർ ഉണ്ടായിരുന്നു. പോർക്ക് ബാർബിക്യൂവിൻ്റെ ഒരു സാൻഡ്വിച്ച് പോലത്തെ ഒരു സാധനം, ഒരു കോഫിയും കൂടിയാണ് ഓർഡർ ചെയ്തത്. നമ്മളെന്തായാലും ഇവിടെ വിയറ്റ്നാമിൽ വന്നു. ഇനി ഇവിടെ നിന്ന് നമുക്കൊരു 4.5 hour എന്തോ ഫ്ലൈറ്റ് ഉണ്ട് കൊച്ചിയിലേക്ക്. അങ്ങനെ നമ്മൾ ഫൈനലി കൊച്ചിയിലെത്താൻ പോവുകയാണ്. ഇവിടെ ഒട്ടും ചർച്ചില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഫോൺ കുത്തി വെച്ച് ഇങ്ങനെ തറയിലിങ്ങനെ. രാത്രിയിലത്തെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഉറങ്ങി എണീറ്റ് നമ്മുടെ 2 ഉറക്കം ഉറങ്ങി കഴിഞ്ഞ് എണീറ്റപ്പോഴേക്കും നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫൈനലി കൊച്ചിയിൽ ലാൻഡ് ചെയ്ത് നമ്മളങ്ങനെ കൊച്ചിയിൽ ഇമിഗ്രേഷനൊക്കെ ക്ലിയർ ചെയ്ത് ഇനി നമ്മൾ ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളിവിടെ ലഗേജ് എല്ലാം സംഭവങ്ങളായിട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ചാച്ച നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു. ചാച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിയുടെ ചേട്ടൻ. അപ്പോൾ ചാച്ചന് മാത്രം അറിയുള്ളൂ നമ്മൾ നാട്ടിൽ വരുന്ന കാര്യം. 2 minutes പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് പോണത് അമ്മ വീട്ടിലാണ്. അതും അമ്മയ്ക്കും ആൻറ്റിക്കും പിള്ളേർക്ക് ആർക്കും ഇഷ്ടമായിട്ടില്ല. അപ്പോൾ അവരുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ നാട്ടിൽ സമയം 12:15 രാത്രി. എത്തിക്കഴിഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളെ കണ്ടുകഴിഞ്ഞാൽ നിനക്ക് എന്ത് തോന്നി? സന്തോഷം. ചിക്കൻ കറി വെച്ചു, കൂർക്ക ഇറച്ചിയും ചിക്കൻ കറി അടിപൊളി. അപ്പൊ വെച്ച് ബിരിയാണി മേടിച്ചു കഴിഞ്ഞപ്പോ റിച്ച് വണ്ടിന്ന് പറയാണ് അവര് വണ്ടിയില്ല. അപ്പൊ ഞാൻ അവരെ മാക്സിമം ഒഴിവാക്കാൻ നോക്കി. കാരണം വന്നിട്ട് പോകണ്ട, തിങ്കളാഴ്ച അപ്പച്ചൻ വന്നിട്ട് വ്യാഴാഴ്ച എല്ലാവരും കൂടി ചെയ്താലൊന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞപ്പോ ഞാൻ റിച്ച് വരാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ അവർക്ക് 3 പേർക്ക് കഴിക്കാനുള്ള കൂർക്കയും ഇറച്ചിയും കൊടുത്തുവിടാൻ പറഞ്ഞേ.
അമ്മച്ചി വലിയ പാത്രം എടുത്തു. ഞാൻ 3 പേർക്കുള്ള കൊടുത്തയച്ചാട്ടോ എന്ന് പറഞ്ഞു. അമ്മച്ചിയോട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അങ്ങനെ പറയാറില്ലല്ലോ. എനിക്കത് പറയാൻ പറ്റുമോ? നമ്മളെ ഫാൻസിനെയും അമ്മേനെയും പിള്ളേരെയൊക്കെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാ. അവരതിൻ്റെ അകത്തുണ്ട്. അതാണ് ഞാൻ പതുക്കെ സംസാരിക്കണേ. നമുക്ക് നോക്കാം. ഇതെന്തടിത്? ഞാന് വാലടയ്ക്കുള്ളതെന്ന് വെച്ച് ബില്ല് അടയ്ക്കുള്ളത് നോക്കിയപ്പേ ഡാനിയുടെ ഷർട്ടിന്റെ കളറ് ഞാൻ മറന്നു. ഇവിടേക്ക് ഇപ്പൊ പച്ച കളറ്. ദൈവമേ ആന്റി കണ്ട്. ഞാൻ ബാലിയിലാണ് ഇപ്പൊ കേരളത്തിൽ വന്നത്. പേടിക്കുന്നില്ല. ഒന്നും പറയണ്ട. എടി റോസിലെ പെണ്ണേ, എന്തേ പോന്നേന്നാ? വന്നില്ലേ വന്നില്ലെന്ന് ചോദിച്ചിട്ട് എന്തേ പോന്നേന്നാ? എടി എടി കള്ളിപ്പെണ്ണേ, ഡെലീഷേ ഡെലീഷേ, ഗുഡ് മോർണിംഗ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. വന്നെന്നുള്ളൂ. എന്താണ് സ്വപ്നം മരീക്ഷിച്ച് വന്നൊക്കെയാണ്. സ്വപ്നമല്ലത്. സ്വപ്നല്ലത്. പോട്ടെ, ടെസ്റ്റിന് പണിയുണ്ടെന്ന് പറയല്ല. ഞാൻ വിശ്വസിച്ച്. ഞങ്ങള് ഡാനിയുടെ ഞങ്ങൾ വിചാരിച്ച ചാച്ചൻ പറഞ്ഞെന്ന്. അപ്പൊ അത് കഴിഞ്ഞപ്പോ കുറച്ച് എനിക്ക് സംശയം. ചാച്ചനോട് വാങ്ങടയ്ക്കുമ്പോഴേ അടയ്ക്കുള്ളത് എന്തോ പണിയുണ്ട്. ചാച്ചൻ പറഞ്ഞില്ലേ 2 വിരുന്നാരുണ്ടെന്ന്. അപ്പൊ എന്തിനു വിചാരിച്ച ആന്റി? രാത്രി ഇവിടെ ഓടിയപ്പോ ഞാൻ ആദ്യം പേടിച്ചു. ശരിക്കും പറഞ്ഞ നോക്കിപ്പോ അടുത്തേക്ക് നീ ബാലിയിലാന്ന്. നീ ഇതെങ്ങനെ ഇവിടെ എത്തിയത്? ശരിക്കും ബാലി പോയി. 25-ാം തീയതി വരെ പറയരുത് വീട്ടില്. ബർത്ത്ഡേ ആയിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം അല്ലേ ഡാനി? ഇപ്പൊ മനസ്സിലായി അമ്മക്ക് കൂർക്കറച്ചി ഞങ്ങൾക്കായിരുന്നു. അമ്മക്ക് എന്ത് തോന്നി ഞങ്ങളെ കണ്ടിട്ട്? ഒന്നും തോന്നിയില്ലേ? അതൊന്നും അങ്ങനെ 1 മണി ആവണുള്ളൂന്ന് വിശ്വസിക്കാൻ പറ്റണില്ലേ? ഒളിച്ചോടി പോന്നതാണ് ഞങ്ങള് അല്ലേ? ചാടി ഇരുട്ടത്ത് നിന്ന് ചാടി ചാടി വന്നപ്പോ ദിവസമായിന്നറിയാമ പ്ലാൻ ചെയ്യണേ. ഞാൻ ഒരു ചാച്ചന്റെ അടുത്ത് വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു. ഞാൻ ആദ്യം വിളിച്ചു. അപ്പൊ ആന്റി പറയാണ് ചാച്ചന്റെ അടുത്ത് വിളിക്കുമ്പോഴൊക്കെ എന്നെ മറിച്ചുറച്ച് പോണ്ട. ഞാൻ എന്താണോ കാര്യം? അതല്ല ഞാൻ വിളിച്ചു. ഞാൻ ആദ്യം ലാൻഡ് ചെയ്തപ്പോ ചാച്ചനെ വിളിച്ച്. അപ്പൊ ആന്റി പറയാണ് ഫോണ് ഉറക്കപ്പിച്ചേല് എന്തുട്ടാ കാണിക്കണേ പപ്പേന്ന്. അങ്ങനെയാണ് പറഞ്ഞേ, അപ്പേന്ന്. അപ്പൊ ഞാൻ എന്റെ ദൈവമേ റോസ്മി ആന്റി ഫോൺ എടുത്ത. അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ട് ഇങ്ങനെ നിന്ന്. ഫോൺ അടിക്കണ്ട് കേക്ക്. നീ ഫോൺ അടിക്കണ്ട്. ചാച്ചൻ ഫോൺ ഉറങ്ങി പോയിട്ട് ഫോൺ എടുത്തിട്ട് താഴേക്കാണ്. പിന്നെ എന്തുട്ടാ കാണിക്കണെന്ന് വെച്ചാ അമ്മയുടെ ഉറക്കം പോയാലെന്താ? ഞങ്ങളെ കാണാൻ പറ്റിയില്ലേ? അമ്മയല്ലേ വിളിക്കുമ്പോ പറയാറ് വന്നില്ലേ 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 എന്ന്. എന്നിട്ട് ഇപ്പൊ അമ്മയ്ക്ക് സമാധാനായ? ഭയങ്കര സമാധാനായ? അത് കലക്കി. ഓഫ് കോഴ്സ് റോസസ് കേക്ക് സ്ട്രെയിൻ 1 year ആയി. ഡിസംബറിലല്ലേ കഴിച്ചേ? കഴിഞ്ഞ ഡിസംബറില്. എന്റെ മനസ്സിൽ തോന്നി. ഞങ്ങള് 10:45 ആയപ്പോൾ പോയി കിടന്ന ഞാൻ. ഈ താല്പര്യം നിങ്ങൾക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡാനി. ഹാപ്പി ബർത്ത്ഡേ ഡാനി. മൊത്തം കഴിച്ചോ? അൺഎക്സ്പെക്ടഡ് ബർത്ത്ഡേ സെലിബ്രേഷൻ. അതന്നെ പാതിരാത്രി 1 മണിക്ക് ഒരു ബർത്ത്ഡേ ആഘോഷം. അതന്നെ പിറ്റേ ദിവസം നമ്മൾ ആഘോഷിച്ചേ. നല്ലതാണോ? കൊള്ളാമോ?
നമ്മള് ഇങ്ങനെ കഴിക്കാറില്ല, നമ്മള് മറ്റേ ഹിന്ദിക്കാരുടെ ബിരിയാണിയല്ലേ കഴിക്കാറ്. നൈസാണോ? സെറ്റ്. അപ്പൊ 3 മണിയായി, ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം റോസസ് ടാക്കസ്ട്രീ. ബൈ ബൈ.